ഹായ് വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ PSC. നമ്മൾ ഇന്ന് ബേസിക് സയൻസ് SCRT കണ്ടിന്യൂ ചെയ്യാണ്. ബേസിക് സയൻസിൻ്റെ അല്ലേ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ പാർട്ട് 1 ആദ്യ പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത്. സോഷ്യൽ സയൻസ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാനതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. ഒരു വല്ലാത്ത ഫീവറായിപ്പോയി. അതുകൊണ്ട് എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. കാരണം മഴയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് ഞാനൊരു 2 ആഴ്ച കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും റെഗുലർലി ചെയ്യാൻ കഴിയാത്തത്. അപ്പം സോഷ്യൽ സയൻസും നിങ്ങൾക്ക് കണ്ടിന്യൂ ഇനി വന്നു തുടങ്ങും. ഇപ്പം നമ്മൾ 6ാം ക്ലാസ്സിലെ പാർട്ട് 1 ബേസിക് സയൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറി വീഡിയോ കാണുക. അതിൻ്റെ മോക്ക് ടെസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 6ാം സ്റ്റാൻഡേർഡ്. അപ്പം ഫസ്റ്റ് അല്ലേ 1ാമത്തെ പാഠമായ ജീവൻ്റെ ചിപ്പുകൾ, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ എത്രമാത്രം ലെങ്ത് ഉണ്ടാവുമെന്ന് അറിയില്ല. ലെങ്ത് കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 2ാമത്തെ ചാപ്റ്ററും ചെയ്ത് പോകാം കേട്ടോ. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ ആദ്യ പാഠമായ ജീവൻ്റെ ചിപ്പുകൾ. എല്ലാ പാഠഭാഗത്തിലേക്ക് പോലെയും ഒരു ചെറിയ ഇൻട്രൊഡക്ഷനൊക്കെ കൂടിയിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഒരു കുട്ടീനെ വീടിൻ്റെ മുമ്പിലുള്ള മനോഹരമായ പൂന്തോട്ടത്തിലെ മൂളിപ്പാട്ട് നടക്കുകയായിരുന്നു മിന്നു. പെട്ടെന്ന് എന്തോ കയ്യിൽ കുത്തി. അങ്ങനെ എല്ലാ പാഠഭാഗത്തിൻ്റെയും ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് ഫസ്റ്റ് കുട്ടികളെ ആ പാഠത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളതും, സെക്കൻഡ് അതിലുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന എന്താണോ അതിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ പോവാം. കാരണം സമയം വളരെ കുറവാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അല്ലേ. അപ്പം ഇവിടെ ബോക്സിൽ അല്ലേ ആസ് യൂഷ്വൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മൈക്രോസ്കോപ്പ് അല്ലേ. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും അല്ലേ. ഈ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണെന്നറിയും? മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ഹാൻസ് സക്രിയ ജാൻസൺ ആണ്. ആരാണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത് ഹാൻസ് സക്രിയ ജാൻസൺ ആണ്. ഓക്കെ, കിട്ടിയല്ലോ. ഹാൻസ് സക്രിയ ജാൻസൺ ആണ് മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത്. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും എന്നുള്ളത് വെച്ചിട്ടാണ് ആ ഒരു ബോക്സിൽ മൈക്രോസ്കോപ്പ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിന് മുകളിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആ സ്റ്റാർട്ട് ചെയ്ത് തന്നെ കുഞ്ഞു പ്രാണി കുത്തിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ കാണാൻ പറ്റാത്ത കുഞ്ഞ് പ്രാണി എന്ന് പറയുന്നത് അത്ര തന്നെ ചെറുത് ആണ്. അപ്പോൾ ആ ചെറിയ ജീവികളെ കാണുന്നത്. ഉറുമ്പാണോ കരയിലെ ഏറ്റവും ചെറിയ ജീവി? നിങ്ങൾ കണ്ട ഏറ്റവും ചെറിയ ജീവി ഏതാണ്? അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് മൈക്രോസ്കോപ്പിൻ്റെ ഉപയോഗം അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ ജലം എങ്ങനെ ശേഖരിക്കാം, അത് നിരീക്ഷണത്തിനായി ജലം ശേഖരിക്കുമ്പോൾ, അതായത് ജലത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാൻ ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പം അതിനുവേണ്ടി ജലം എങ്ങനെ ശേഖരിക്കാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു 3 പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അമീബ, പാരാമീസിയം ആൻഡ് യുഗ്ലീന അല്ലേ. ഇതൊക്കെ ഏതാണ്? ഈ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് എന്ത്? അമീബ, പാരാമീസിയം, യുഗ്ലീന. ഇതിലേക്ക് നമുക്ക് വരാം. ഞാൻ പിക്ചർ കണ്ടപ്പോൾ അങ്ങനെ കൊടുത്തു എന്നുള്ളൂ. അമീബ, പാരാമീസിയം ആൻഡ് യുഗ്ലീന എന്നുള്ളത് അല്ലേ. അപ്പം ഏകകോശ ജീവികളെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി മനസ്സിലായില്ലേ? അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി അങ്ങോട്ടുള്ള പാഠത്തിൽ കോശങ്ങൾ എന്താണ്, മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആണ് ഈ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൈറസ് ബാക്ടീരിയയെക്കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ എല്ലാ ജീവികളും സൂക്ഷ്മജീവികളാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികളെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ എന്നുള്ളതുകൊണ്ട്. അങ്ങനെ സൂക്ഷ്മജീവികളെ കാണാനാണ് ഹാൻസ് സക്രിയ ജാൻസൺ കണ്ടുപിടിച്ച മൈക്രോസ്കോപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഇവിടെ തുടങ്ങുകയാണ്. ജീവൻ്റെ നിർമ്മിതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. സൂക്ഷ്മജീവികളിലും ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇവയുടെ ശരീരം നിർമ്മിച്ചത് എന്തുകൊണ്ടായിരിക്കും? വായനക്കുറിപ്പിൻ്റെ എക്സ്പെരിമെൻ്റ് സഹായത്തോടെ കണ്ടുപിടിക്കാൻ. യെസ്, ജീവശരീരത്തിലെ ചെറുഘടകങ്ങൾ. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുഘടകങ്ങളാൽ നിർമ്മിതമാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെ കോശങ്ങൾ എന്ന് പറയുന്നു. ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്. ഇവയാണ് ഏകകോശ ജീവികൾ. അപ്പം വീണ്ടും ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുഘടകങ്ങളാൽ നിർമ്മിതമാണ്. ഇവിടെ
ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെ കോശങ്ങൾ അഥവാ സെൽസ്, ഇംഗ്ലീഷിൽ തന്നെ സെൽസ് എന്നാണ് പറയുന്നത്, കോശങ്ങൾ എന്ന് പറയുന്നു. ഒരു കോശം മാത്രമുള്ള ജീവികളുമുണ്ട്. ഇവയാണ് ഏകകോശ ജീവികൾ. അമീബ, പാരാമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ് അല്ലേ. നമ്മൾ നേരത്തെ പിക്ചർ കാണിച്ചതാണ്. അമീബ, പാരാമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ജന്തുക്കളും സസ്യങ്ങളും ബഹുകോശ ജീവികൾ. അത് മനുഷ്യരെല്ലാവരും ബഹുകോശ ജീവികളാണ്. അമീബ, പാരാമീസിയം, യുഗ്ലീന, ബാക്ടീരിയ അല്ലേ. ഞാൻ നേരത്തെ പിക്ചർ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അമീബ, പാരാമീസിയം, യുഗ്ലീന ഇതെല്ലാം ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അല്ലേ. കോശങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറു ഘടകങ്ങളെയാണ് കോശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ അനേകായിരം ചെറു ഘടകങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. അത് ജന്തു ശരീരമായാലും മനുഷ്യൻ സസ്യശരീരമായാലും അല്ലേ. അങ്ങനെ ഒരുപാട് കോശങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ ഒരു ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഏകകോശ ജീവികൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അമീബ, പാരാമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച കാര്യങ്ങളും അതിൻ്റെ വീണ്ടും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നിരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ കവിളിലെ കോശമാണ്. നമ്മുടെ കവിളിനകത്തെ കോശമാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതെടുക്കേണ്ട രീതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണമെന്നുള്ളവർക്ക് ഒന്ന് വായിക്കാം ഞാനത്. ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായി കഴുകുക. ഒരു പുതിയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കവിളിൻ്റെ ഉൾവശം ചുരുണ്ടുക. ബ്രഷിൽ പറ്റിയിരിക്കുന്ന കവിൾ ചർമ്മത്തിൻ്റെ അംശങ്ങൾ സ്ലൈഡിൻ്റെ മധ്യത്തിലുള്ള ഒരു തുള്ളി ജലത്തിലേക്ക് മാറ്റുക. ഇത് അല്പം പരത്തി ഒരു തുള്ളി സ്ട്രെയിൻ ചേർക്കുക. കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കുക. സ്ലൈഡ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ചെറിയ ഒരു സ്ക്വയർ ടൈപ്പുള്ള ഒരു സ്കെയിൽ പോലുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് ഞാൻ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പോയില്ലെന്നേ ഉള്ളൂ. കാരണം നമുക്ക് PSC സംബന്ധിച്ച് നമുക്കത് ആവശ്യമില്ലാത്തത് കൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് ഇങ്ങനെയാണ്. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇതിന് മുമ്പുണ്ട്. ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു പോവുക കേട്ടോ. അങ്ങനെ വരുമ്പോൾ എത്ര കോശങ്ങൾ എന്നുള്ളതാണ് അല്ലേ. മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടി കോശങ്ങളുണ്ട്. എത്രയാണ് ലക്ഷക്കണക്കിന് കോടി കോശങ്ങളുണ്ട് അത്ര. അപ്പോൾ ഒരു ആനയുടെ ശരീരത്തിൽ എത്രമാത്രം കോശങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എന്താണ്, അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കോശം കണ്ടുപിടിച്ചതാരാണ്? നമ്മൾ പറഞ്ഞു ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളാൽ, അല്ലെങ്കിൽ സെൽസ് എന്ന് ഇംഗ്ലീഷിൽ കോശങ്ങളാലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കോശം കണ്ടുപിടിച്ചിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശം കണ്ടുപിടിച്ചിരിക്കുന്നതാണ് റോബർട്ട് ഹുക്കാണ്. ആരാണ്? റോബർട്ട് ഹുക്ക്. എനിക്കിവിടെ എഴുതുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഹുക്ക് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത് അല്ലേ. എന്നിട്ട് നമ്മൾ പറഞ്ഞു സസ്യകോശവും ജന്തുകോശവും എല്ലാം ബഹുകോശങ്ങൾ അല്ലേ. ഒരുപാട് കോശങ്ങളാൽ നിർമ്മിതമാണ് സസ്യകോശവും ജന്തുകോശവും എന്നൊക്കെ അല്ലേ. അപ്പം ഈ സസ്യകോശവും ജന്തുകോശവും ഒക്കെ കണ്ടുപിടിച്ചത് ആരാണ്? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അറിയാമായിരിക്കാം. അറിയാത്തവർക്ക് കൂടി ഞാൻ വീണ്ടും പറയാണ്. സസ്യകോശം കണ്ടെത്തിയത് ആരാണ്? MJ ഷ്ലീഡനാണ്. ആരാണ്? MJ ഷ്ലീഡനാണ് സസ്യകോശം കണ്ടെത്തിയത്. MJ ഷ്ലീഡനാണ്. ജന്തുകോശം കണ്ടെത്തിയത് ആരാണ്? ഞാൻ ഇങ്ങോട്ട് എഴുതാം. ജന്തുകോശം കണ്ടെത്തിയത് ആരാണ്? അതെ, തിയോഡർ ഷാനാണ്. ആരാണ്? തിയോഡർ ഷാനാണ് അല്ലേ. സസ്യകോശം കണ്ടെത്തിയത് ഇത്, ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷാനാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടെ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു. കോശം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ഹുക്കാണ്. സസ്യകോശം കണ്ടെത്തിയത് MJ ഷ്ലീഡനാണ്. ജന്തുകോശം തിയോഡർ ഷാനാണ് അല്ലേ. ഇനി നമുക്ക് ഇവിടെ അതിൽ കോശങ്ങൾ പലതരം എന്നുള്ളതും നമ്മൾ ആ ഒരു എക്സ്പെരിമെൻ്റ് ഡീറ്റെയിലും ഫോട്ടോസൊക്കെയാണ് ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ പലതരം കോശങ്ങളുണ്ട്. അതിൽ പേശീകോശത്തിൻ്റെയും നാഡീകോശത്തിൻ്റെയൊക്കെ ഇമേജ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി കോശത്തിനുള്ളിൽ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങളുടെ വൈവിധ്യം നാം മനസ്സിലാക്കിയല്ലോ. എല്ലാ കോശങ്ങളിലും പൊതുവായ ചില ഘടകങ്ങളുണ്ട്. ജന്തുകോശ ചിത്രം പരിശോധിച്ച് കോശത്തിൻ്റെ ഭാഗങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു ജന്തുകോശത്തിലുള്ള പാർട്സ് അതിൻ്റെ ഒരു ബേസിക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് വരും ക്ലാസ്സുകളിൽ, വരും സ്റ്റാൻഡേർഡുകളിലെ ക്ലാസ്സുകളിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ പദാർത്ഥമാണ് കോശദ്രവ്യം. ഇത് വായിക്കുമ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക്. അതായത് ഇങ്ങനെ മർമ്മം, കോശദ്രവ്യം, കോശസ്തരം, അത് മൂന്നുമേ ഇത് കൊടുത്തിട്ടുള്ളൂ അല്ലേ.
അതായത് കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം അല്ലേ, നമ്മുടെ അവർ ചെയ്തിട്ടുണ്ട്. അതാണ് മർമ്മം. ഞാൻ ആ ഒരു പോയിന്റ് ഡോട്ട് ഇട്ടത് അല്ലേ, അതാണ് മർമ്മം എന്ന് പറയുന്നത്. കോശത്തിൻ്റെ കേന്ദ്രഭാഗമാണ് മർമ്മം അല്ലേ. പിന്നെന്താണ് കോശസ്തരം, കോശദ്രവ്യമുണ്ട്, കോശസ്തരമുണ്ട്. ഈ കോശസ്തരം എന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ അല്ലേ, ഈ ഔട്ടറാണ് കോശസ്തരം എന്ന് പറഞ്ഞവർ വരച്ചിട്ടിരിക്കുന്നത് അല്ലേ. കോശസ്തരം അതാണ്. അപ്പോൾ ഈ അല്ലെ മർമ്മത്തിനും ഈ കോശസ്തരത്തിനും ഇടയിൽ കാണുന്ന ഇതില്ലേ, ഇതാണ് എന്ത്, കോശദ്രവ്യം. കിട്ടിയില്ലേ? മർമ്മമുണ്ട്, കോശസ്തരമുണ്ട്, കോശദ്രവ്യമുണ്ട് അല്ലേ. കേന്ദ്രഭാഗത്തെ മർമ്മമെന്നും, ഇങ്ങനെ കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മമെന്നും, കോശത്തിൻ്റെ ആവരണം ഭിത്തി എന്നൊക്കെ നമ്മൾ ആവരണമാണ് എന്ത്, കോശസ്തരമെന്നും, ഈ കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ പരിശോധിച്ച് കോശഭാഗങ്ങൾ അല്ലേ, വെളുത്ത രക്തകോശം, കവിളിലെ കോശമൊക്കെ, അത് ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ലൈഡിൽ ആ ഒരു കോശമുണ്ട്, അതെങ്ങനെ തയ്യാറാക്കുക അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളാണ് വായിച്ചു നോക്കുക കേട്ടോ. ഉള്ളിയുടെ പുറമേയുള്ള ഉണങ്ങിയ തുലികൾ കളഞ്ഞതിന് ശേഷം മാംസളമായ ഭാഗത്ത് നിന്ന് നേർത്ത തൊലി ചീന്തിയെടുക്കുക. ഇത് വാച്ച് ഗ്ലാസ്സിലെ ജലത്തിൽ വെക്കുക. സ്ട്രെയിൻ സഫ്രാനി ചെയ്ത ശേഷം ബ്രഷ് കൊണ്ട് ഒരു ചെറിയ ഭാഗം സ്ലൈഡിൽ വെക്കുക, കവർ ഗ്ലാസ് കൊണ്ട് മൂടുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സസ്യകോശം കണ്ടെത്തിയതാരാണെന്ന് പറഞ്ഞു, MJ Schleiden ആണെന്ന് പറഞ്ഞല്ലേ. നമ്മൾ നേരത്തെ ഒരു കോശത്തിൻ്റെ പാർട്സൊക്കെ നോക്കിയില്ലേ, കോശത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കി, കോശത്തിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കിയത്. അപ്പം അത് ജന്തുകോശത്തിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ജന്തുകോശം കണ്ടെത്തിയത് ആരായിരുന്നു? തിയോഡർ ഷാനാണ്. ഇനി നമ്മൾ സസ്യശരീരം എന്നുള്ളതാണ് നോക്കുന്നത്. സസ്യകോശങ്ങളിലും വൈവിധ്യം എന്നുള്ളതാണ് നോക്കുന്നത് അല്ലേ. മുൻ ക്ലാസ്സിൽ നിങ്ങൾ കാവൽ കോശങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. തന്നിരിക്കുന്ന ചിത്രത്തിൽ കാവൽ കോശങ്ങളോടൊപ്പം വേറെയും കോശങ്ങൾ കാണുന്നില്ലേ? ഇലയിലെ മറ്റു കോശങ്ങൾ, ഉള്ളിത്തൊലിയിലെ കോശങ്ങൾ എന്നിവ ആകൃതി, വലിപ്പം എന്നീ കാര്യങ്ങൾ ഒരുപോലെയാണ്. താരതമ്യം ചെയ്ത് നിങ്ങളുടെ നിഗമനം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ ജന്തുകോശങ്ങൾ അടയാളപ്പെടുത്തി അല്ലേ, അതുപോലെ തന്നെ സസ്യകോശം അടയാളപ്പെടുത്തിയാൽ അതിലെന്തൊക്കെയാണ് അധികമായിട്ടുള്ളതെന്ന് നോക്കാം അല്ലേ. ജന്തുകോശം നമ്മൾ നേരത്തെ എന്തൊക്കെ അടയാളപ്പെടുത്തിയിരുന്നു? മർമ്മം അടയാളപ്പെടുത്തിയിരുന്നു അല്ലേ, കോശസ്തരം അടയാളപ്പെടുത്തിയിരുന്നു, കോശദ്രവ്യം അടയാളപ്പെടുത്തിയിരുന്നു. അതുകൂടാതെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, എന്താണ്, ഫേനം എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടെ ആ ജന്തുകോശത്തിൽ ഉണ്ട്. പക്ഷേ ജന്തുകോശത്തിനെ അടിസ്ഥാനമാക്കി സസ്യകോശം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സസ്യകോശത്തിൽ എന്തൊക്കെയാണുള്ളത്? എന്തൊക്കെയാണ്? ഹരിതകം അടങ്ങിയിട്ടില്ലേ? കുട്ടികളെ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ അല്ലേ, 5ാം ക്ലാസ്സിലെ പഴയ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അപ്പം അതിലെന്തുണ്ട്? ഹരിതകം അടങ്ങിയിട്ടുണ്ട് അല്ലേ. പിന്നെന്താണ് അതിൽ കൂടുതലുള്ളത്? കോശഭിത്തിയുണ്ട് ഇല്ലേ, കോശഭിത്തിയുണ്ട്, ഹരിതകമുണ്ട്. കോശഭിത്തിയുണ്ട്, ഹരിതകമുണ്ട് ഇല്ലേ, ഉണ്ട്. അത് രണ്ടുമാണ് അധികമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ചോദിക്കാം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ജന്തുകോശത്തിൽ ഇല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സസ്യകോശത്തിൽ ഉള്ളത് ഏത് എന്നുള്ളൊരു ഓപ്ഷനൊക്കെ വന്ന് ചോദിക്കാം. അപ്പം ഹരിതകമാണ് സസ്യകോശത്തിലുള്ളത് എന്നുള്ളത് നല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഏതാണ്? പിന്നെ കോശഭിത്തിയുമുണ്ട് സസ്യകോശത്തിലുള്ളതാണ്. ഏതാണ്? കോശഭിത്തിയുമുണ്ട്, ഹരിതകവുമുണ്ട്, എക്സ്ട്രാ. പിന്നെ നമ്മൾ മർമ്മം പറഞ്ഞു, കോശസ്തരം പറഞ്ഞു, കോശദ്രവ്യം പറഞ്ഞു, ഫേനം പറഞ്ഞു. ഇത് പൊതുവായിട്ട് 2 ജന്തുകോശത്തിലും സസ്യകോശത്തിലും ഉള്ളതാണ്. എക്സ്ട്രാ അധികമായിട്ട് സസ്യകോശത്തിലുള്ളതാണ് ഹരിതകമുണ്ട്, കോശഭിത്തിയുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് ഇങ്ങനെ എഴുതി പഠിക്കുക നിങ്ങൾ. ജന്തുകോശത്തിൽ ഏതൊക്കെയാണ്, സസ്യകോശത്തിൽ ഏതൊക്കെയാണ്. ഒരുപോലുള്ളത് ആദ്യം എഴുതിയിട്ട് എക്സ്ട്രാ ഉള്ള ഹരിതകവും കോശഭിത്തിയും രണ്ടും അവസാനം എഴുതിയിട്ട് ഒരു സ്റ്റാർ ചിഹ്നമൊക്കെ ഇട്ടിട്ട് പഠിച്ചെടുക്കുക. അതാണ് ബെറ്റർ. നിങ്ങൾ താരതമ്യം ചെയ്ത കണ്ടെത്തലുകൾ എഴുതുക. പിന്നെ അല്ലേ കോശഭങ്ങൾ, മർമ്മം, അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും നിങ്ങൾ എഴുതേണ്ടത്. അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്ന ആ ഒരു ടൈപ്പ് എക്സൽ ടൈപ്പ് ഒരു ചാർട്ടുണ്ടല്ലോ, ആ ചാർട്ടിൽ തന്നെ മർമ്മം, ജന്തുകോശം, സസ്യകോശം, കോശഭിത്തി ഇതിലുണ്ട്, ജന്തുകോശത്തിലുണ്ടോ? ഇല്ല, സസ്യകോശത്തിൽ മാത്രമേ കോശഭിത്തിയുള്ളൂ. ഫേനം രണ്ടിലും ഉണ്ട് അല്ലേ, ജന്തുകോശത്തിലും സസ്യകോശത്തിലും. കോശദ്രവ്യം രണ്ടിലുമുണ്ട്. അങ്ങനെ നമുക്ക് എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റും. സസ്യകോശം ജന്തുകോശം തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ടെത്തിയ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ സ്ലൈഡിൽ വെച്ചിട്ടുള്ള അല്ലേ, മൈക്രോസ്കോപ്പിൽ നിരീക്ഷിക്കുന്ന വിവിധ സസ്യകോശങ്ങളൊക്കെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൽ തുടങ്ങിയിട്ട് നമ്മളിവിടെ സസ്യകോശത്തിൻ്റെയും ജന്തുകോശത്തിൻ്റെയും വ്യത്യാസങ്ങൾ വരെ പറഞ്ഞിട്ട് ആ 1ാമത്തെ ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ജീവൻ്റെ ചെപ്പുകൾ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു പാഠഭാഗം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്ന് റിക്കവർ ആയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ കാണുക. അതിനോടൊപ്പം തന്നെ പഴയ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പഴയ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.
തുടർന്ന് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതായിരിക്കും. നാളെ മുതൽ റെഗുലർലി നിങ്ങൾക്ക് രണ്ട് വീഡിയോ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ബേസിക് സയൻസ് കണ്ടിന്യൂ തന്നെ നമ്മൾ ചെയ്തു പോകും. രണ്ടാമത്തെ ചാപ്റ്റർ മുതൽ ഇനി അങ്ങോട്ടെല്ലാം ചെയ്തു പോകും. ഒപ്പം ഇതിൻ്റെ കൂടെ തന്നെ സോഷ്യൽ സയൻസും ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഇത് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മുതൽ കണ്ടിന്യൂ റെഗുലറായിട്ട് വീണ്ടും വീഡിയോകൾ ചെയ്യുന്നതിന് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം, സബ്സ്ക്രൈബായിട്ട് കേട്ടോ. ഇതിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ തുടങ്ങുകയാണ്, മാറ്റത്തിൻ്റെ പൊരുൾ അല്ലേ. അപ്പോൾ എന്താ പറയുക, കോശത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിൽ കോശം കണ്ടുപിടിച്ചത് ബേസിക്കായിട്ട്, അതായത് കോശം കണ്ടുപിടിച്ചത് ആര്, സസ്യകോശം കണ്ടുപിടിച്ചത്, ജന്തുകോശം കണ്ടുപിടിച്ചത്, അങ്ങനെയുള്ളൂ. അപ്പോൾ കോശത്തെക്കുറിച്ചുള്ള പഠനം ഏതാണെന്നറിയോ? കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിലെന്തൊക്കെയാണ് പറഞ്ഞത്? കോശം കണ്ടെത്തിയത് പറഞ്ഞു അല്ലേ. കോശം കണ്ടെത്തിയത് ആരാണെന്ന് പറഞ്ഞു? റോബർട്ട് ഹുക്ക് ആണെന്ന് പറഞ്ഞു അല്ലേ. റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ കോശത്തെക്കുറിച്ചുള്ള പഠനം പഠനം എന്താണ്? അത് സൈറ്റോളജിയാണ് അല്ലേ. സൈറ്റോളജിയാണ് കോശത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞു സസ്യകോശം MJ ഷ്ലീഡൻ, ജന്തുകോശം തിയോഡർ ഷാനാണെന്ന് പറഞ്ഞു. സസ്യകോശത്തിൽ മാത്രം കാണുന്നത് ഹരിതകവും കോശഭിത്തിയുമാണ് എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ ഞാൻ പറയുന്നൊരു ബേസിക്കാണ്. തുടർന്ന് നല്ല ഡീറ്റെയിൽ ഉള്ള ക്ലാസ്സുകൾ വരും, സ്റ്റാൻഡേർഡിലുണ്ട്. നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യും, കൂടെ ഉണ്ടാവും അല്ലേ. നമ്മളൊരു മിഷൻ പോലെ കാണാം. യൂണിവേഴ്സിറ്റി LGS എക്സാം പോലൊരു എക്സാം നമുക്കിനി 2 മാസം മാത്രമേ ഉള്ളൂ. അതിനുള്ള വീഡിയോസ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. മിഷൻ LDCയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 2020.